നമശിവായ. നമസ്കാരം. ഗീതാഹൃദയത്തിലേക്ക് എല്ലാ മിത്രങ്ങൾക്കും സ്വാഗതം. അധ്യായം 2 സാഖ്യയോഗത്തിൻ്റെ 68 ശ്ലോകം വരെയാണ് നാം കഴിഞ്ഞ ദിവസം ശ്രദ്ധിച്ചത്. കഴിഞ്ഞ ദിവസം 68 ശ്ലോകത്തിൽ ഭഗവാൻ അർജുനനോട് പറഞ്ഞു നിർത്തിയത് ഇന്ദ്രിയങ്ങളെല്ലാം വശത്താക്കിയവൻ്റെ ബുദ്ധി സ്ഥിരമാകുന്നു എന്നാണ് പറഞ്ഞു നിർത്തിയത്. തുടർന്നുള്ള ശ്ലോകം 69 നമുക്ക് ശ്രദ്ധിക്കാം. യാ നിശാ സർവഭൂതാനാം തസ്യാം ജാഗർത്തി സംയമീ യസ്യാം ജാഗൃതി ഭൂതാനി സാ നിശാ പശ്യതോ മുനേ. ഇവിടെ ഭഗവാൻ ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയുന്നത് എല്ലാ പ്രാണികളും ഉറങ്ങുന്ന രാത്രിയിൽ സംയമികൾ ഉണർന്നിരിക്കുന്നു. എല്ലാ പ്രാണികളും ഉണർന്നിരിക്കുമ്പോൾ കണ്ണു തുറന്ന് കാണുന്ന മുനികൾക്ക് അപ്പോൾ രാത്രിയാകുന്നു. എല്ലാ പ്രാണികളും ഉറങ്ങുമ്പോൾ ഉണർന്നിരിക്കുകയും എല്ലാ പ്രാണികളും ഉണർന്നിരിക്കുമ്പോൾ കണ്ണു തുറന്ന് കാണുന്ന മുനികൾക്ക് അപ്പോൾ രാത്രിയാകുന്നു. അതായത് ഈ ശ്ലോകത്തെ പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. പലരും കരുതിയത് യോഗികൾ രാത്രി ഉണർന്നിരിക്കുന്നവരാണെന്നാണ്. അത് കരുതി നിരവധി പേർ യോഗികളാകാൻ രാത്രി ഉറക്കമിച്ചിരിക്കാറുണ്ട്. ഈ ശ്ലോകത്തിലെ അലങ്കാരം മനസ്സിലാക്കാതെ എന്തു പറഞ്ഞുവോ അത് അങ്ങനെ തന്നെ എന്ന് കരുതുന്നവർക്കാണ് അബദ്ധം പിണയുന്നത്. ഇവിടുത്തെ വിഷയം സർവ്വസാധാരണക്കാർ ചെയ്യുന്ന ആചരണങ്ങളും ജ്ഞാനികളുടെ ആചരണങ്ങളും തമ്മിലുള്ള തട്ടിച്ചു നോക്കലാണ്. ഇവ രാത്രിയും പകലും പോലെ അന്തരമുണ്ടെന്ന് പറയുകയാണ് ഈ ശ്ലോകത്തിൽ. ഭോഗിയും ത്യാഗിയും തമ്മിലുള്ള വ്യത്യാസം കാണുക. ഭോഗികൾ തങ്ങളുടെ ഭോഗം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി അത്യാചാരങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ ത്യാഗിയാകട്ടെ സ്വന്തം ജീവിതം കൊടുത്തും ധർമ്മം രക്ഷിക്കുന്നു. ഈ ഭേദമാണ് ഇവിടുത്തെ ചർച്ചാ വിഷയം. സാധാരണ നിലയിൽ ആളുകൾ നൃത്തം, സിനിമ, നൈറ്റ് ക്ലബ്ബ് എന്നിവിടങ്ങളിൽ രാത്രി ചെലവഴിച്ച് രാത്രിയെ പകലാക്കുന്നു. അങ്ങനെ ഭോഗികൾ രോഗികളായി തീർന്ന് അകാലത്തിൽ മൃത്യുവിനെ അതിഥിയായി വിളിച്ചു വരുത്തുന്നു. എന്നാൽ സംയമികളായ യോഗികൾ, പുരുഷാർത്ഥികൾ, ധാർമ്മികർ, സജ്ജനങ്ങൾ എന്നിവർ പകൽ വിവിധങ്ങളായ പുരുഷാർത്ഥങ്ങൾക്കായി പ്രവർത്തിക്കുന്നു. യശസ് അവരെ തേടി വരുന്നു. രാത്രിയിൽ അവർ നിദ്രാസുഖം നേടുകയും ചെയ്യുന്നു. യോഗിയും ഭോഗിയും തമ്മിലുള്ള വ്യത്യാസമാണ് ഇവിടെ ചിത്രീകരിച്ചതെന്ന് ചുരുക്കം. മനസ്സിലായി കാണുമല്ലോ. അതല്ലാതെ മേൽ പറഞ്ഞതുപോലെ തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല. വളരെ വിശദമായാണ് പറഞ്ഞിരിക്കുന്നത്, വിവരിച്ചത്. രാത്രി ഉറങ്ങുക തന്നെ ചെയ്യും യോഗികൾ. അല്ലാതെ സാധാരണ മനുഷ്യർ, ഭോഗികൾ ആണ് പല പല കർമ്മങ്ങളിൽ ഏർപ്പെട്ട് ഉറങ്ങാതിരിക്കുന്നതും ജീവിതം നശിപ്പിക്കുന്നതും. വ്യത്യാസം വളരെ മനോഹരമായ ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലാക്കാണമെന്ന് വിശ്വസിക്കുന്നു. ഗുരുപാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാ മിത്രങ്ങൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വീണ്ടും അടുത്തൊരു ശ്ലോകവുമായി അടുത്ത ദിവസം കാണുവാൻ ഭഗവാൻ ഇടനൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുഭസുദിനം.